എടാ എടാ ശരിക്കും ടൈം മെഷീൻ തന്നെയാണോ? പിന്നെ അല്ലാണ്ട്. എടാ ഇന്നലെ നമ്മളിത് മൊത്തം ടെസ്റ്റ് അടിച്ചതല്ലേ, പിന്നെ നിനക്കെന്താ എത്ര സംശയം? എന്നാലും ഇമ്മാരി സാധനമൊക്കെ നമ്മൾ നോളന്റെ പടത്തിലല്ലേ കണ്ടുള്ളൂ. നോളല്ല കൂബ്രിക്ക് ഒന്ന് പോയടാ. ഓക്കെ. ചേട്ടാ 3 ചായ. ആ അവിടെ കഴിക്കാൻ എന്തെങ്കിലും വേണോ? പഴംപൊരി ആയിക്കോട്ടെ. എന്നത്തെയാണ് എന്തോ. എന്താ? അതെ, നിങ്ങളെ മുമ്പെങ്ങും ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ തൃശ്ശൂരിൽ ഇവിടെ ഒരു പെണ്ണ് കാണാൻ വന്നതാ. ചായക്കടയില? അല്ല, ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇവിടെയല്ല, ഇവിടെ ഒരു പി സദാനന്ദനില്ലേ, പുള്ളിയുടെ മോളെ. ആ അത് പറ കേട്ടോ ദാസാ, നമ്മുടെ സദാനന്ദൻ. പുള്ളിയുടെ പുള്ളീനെ കുറിച്ച് അന്വേഷിക്കാൻ ഇവിടെ പലരും വരാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പലിശക്കാർ വരാറുണ്ട്, കഞ്ചാവ് കച്ചവടക്കാർ വരാറുണ്ട്, പോലീസ് വരാറുണ്ട്, പട്ടാളം വരെ വരാറുണ്ട്. പട്ടാളോ? ആ പട്ടാളം. അതില്ലേ? ഹേയ് വേണ്ട ദാസ, ഞാൻ പറഞ്ഞോളാം. ഈ സദാനന്ദന്റെ മോളുടെ പേരെന്താ പറഞ്ഞ? സ്വപ്ന. ആ കൊച്ചിനെ അന്വേഷിച്ച് പലരും രാത്രി ആ വീടിന് ചുറ്റുവട്ടം നടക്കാറുണ്ട്. ആ കണ്ട ഞാൻ പറഞ്ഞപ്പോ ചെറുപ്പക്കാർക്ക് കൊണ്ടത് കണ്ട. ഈ സ്വപ്നയുടെ ചേച്ചി ഒരുത്തിണ്ട്, ഭാവന. അവള് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരുത്തൻ്റെ കൂടെ ചാടി പോയിട്ടാ. ഇവളല്ലേട്ടാ, ഇവളുടെ ചേച്ചി. ഇവള് +2 പഠിക്കുമ്പോഴേ ചാടി പോയതാ. എന്ത് തോന്നിയ ദിവസമാണ് ഇയാൾ കാണിച്ചേ? ഈ സ്വപ്ന കൊച്ചുണ്ടല്ലോ, പണ്ട് ഞാനിവളെ പഠിപ്പിച്ചിട്ടുണ്ടേ. ഞാനൊരു ദിവസം കാര്യമായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ, ലസാഗു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഈ കൊച്ചു ചെയ്ത പണി അറിയോ? എന്ത്? അവൾ ലാസ്റ്റ് ബെഞ്ചിൽ ഇരുന്നിട്ടേ ഊണ് കഴിക്കുന്നു. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. എണീറ്റ് ഒരു പണിയുണ്ടോ? നീ വന്നേ. എന്താടാ നിനക്ക് ഈ കുന്ത്രാണം വെച്ച് അങ്ങനെ എന്തെങ്കിലും പണി കൊടുക്കാൻ പറ്റുമോ? പണി ചേട്ടാ എവിടെ പഠിച്ചേ? ചെമ്പരത്തിമുക്ക് ഹൈസ്കൂൾ. അന്ന് സ്കൂൾ വിട്ട ഇതുവഴിയല്ലേ ഞാൻ വരാറും പോകാറുള്ളത്. ചേർത്ത് പിടിക്കും. ഒരു കാലം മൊബൈലില്ല, Get ready. എന്താ നിന്മണിയത്? 50-ൽ 47 എന്നാ ഇനി നേരെയാവാ? 3 മാർക്കല്ലേ? അത് സാരല്ല സുന്ദരം, ഞാനത് വിട്ട് കളഞ്ഞ ഭാഗത്തു നിന്ന് വന്ന ചോദ്യമാ. നിനക്കിത് എങ്ങനെ പറയാന്നോ നിന്മണി? ഭാവിയിൽ നമ്മൾ വിട്ടുകളഞ്ഞ ഭാഗത്തുനിന്ന് ചോദ്യം വന്നാ അവിടെ തീർന്നില്ലേ നമ്മുടെ ഭാവി? എന്ത് പറ്റി നിന്മണി? തുമ്മലറിഞ്ഞോ? ടവല് വേണോ? വേണ്ട സുന്ദരം,